ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീട്ടിൽ തന്നെ പഴയ മൺചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തേൻ ഉണ്ടാക്കാം. അതും ചെറുതേൻ. നമ്മുടെ അധികം മരുന്നിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണല്ലോ ചെറുതേൻ. അപ്പോൾ ചെറുതേൻ ഉണ്ടാക്കുന്നൊരു വിധമാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് പകലാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് രാത്രിക്കാണ് നമ്മൾ ചെറുതേനിൻ്റെ ഇത് പൊട്ടിച്ചെടുക്കുക. അല്ലെങ്കിൽ പകലാണ് പൊട്ടിക്കുന്നതെങ്കിൽ ഈച്ച കണ്ണി കുത്തും, മേത്തെല്ലാം കടിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രിക്ക് എടുക്കുന്നത്. അതാണ് ടോർച്ചെല്ലാം എടുക്കുന്നത്. ഇതൊരു മുളേൻ്റെ ഒരു കഷ്ണത്തിൽ ഉണ്ടാക്കിയതാണ് ചെറുതേനിൻ്റെ. ഇതെല്ലാം വെച്ചിട്ട് അതിന് പശയും മുട്ടയെല്ലാം വെച്ച് നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ സെറ്റ് ചെയ്തതാണ്. എന്നിട്ട് ഈ വർഷം ഏപ്രിൽ മാസം ആകുമ്പോൾ നമ്മളിത് എടുക്കും. ഈ തേൻ എടുക്കുന്ന അതല്ലാണ്ട് കാണുന്നത് അതിൻ്റെ മുട്ടകളാണ്. അപ്പോൾ മുട്ടയൊന്നും നമ്മളൊന്നും ചെയ്യില്ല. അതിൻ്റെ ഉള്ള തേനുള്ള ഭാഗം മാത്രം നമ്മൾ ഇതുപോലെ എടുത്ത് വെക്കും. കണ്ടില്ലേ? അതിന് കിട്ടിയതാണ് ഇത്. ഇനി നമ്മൾ ചട്ടിൻ്റെ ആ സംഭവം നമുക്ക് പൊട്ടിച്ച് നോക്കാം. ചട്ടി നമ്മൾ എടുത്ത് നോക്കി, അതിൽ കുറച്ച് തേനുണ്ട് എന്ന് അച്ഛൻ പറഞ്ഞ്. നമ്മൾ പിന്നെ മുകളിലോട്ട് കയറിപ്പോന്നു. അവിടെ ഈച്ചയുണ്ട്. അധികം ഈച്ച ആയതുകൊണ്ട് നമ്മൾ വേഗം മുകളിലോട്ട് കയറി വന്നു. ഇപ്പോൾ ഈ വെളിച്ചത്തിൽ വരുമ്പോൾ ഈച്ച എല്ലാം ഈ വെളിച്ചം നോക്കിപ്പോവും. അപ്പം നമുക്ക് വേഗം ഈ തേനെടുക്കാം. നമുക്ക് അധികമൊന്നും തേൻ കിട്ടിയിട്ടില്ല, കുറച്ച് തേൻ നമ്മളുടെ വീട്ടിന്. ഇപ്പം അധികം ചെറുതേൻ യൂസ് ചെയ്യുന്നത് മരുന്നിന് വേണ്ടിയാണല്ലോ. കുഞ്ഞു മക്കളുള്ള വീട്ടിൽ മരുന്നിന് വേണ്ടി നമുക്ക് കുറച്ചൊക്കെ കിട്ടി. ഒരു അരക്കുപ്പിയോളം, അരയല്ല ഒരു കുപ്പിയോളം കിട്ടി. നമുക്കൊരു 1 ലിറ്ററിൽ ഒരു ഭാഗം കിട്ടി. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് രാവിലെ തേൻ കൊടുക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ ആയി എടുത്തിടുന്നതായിരിക്കും. കമൻറ്റ് ചെയ്താൽ മാത്രമേ വീഡിയോ ആയിട്ട് എടുത്തിടത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഈ പഠിക്കാൻ നിൽക്കില്ല. ഇതതിൻ്റെ ഉൾവശമാണ്. ഈ